അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ജാവ എഡിഷൻ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 38 ആണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് അയൺ ഫാം. ജസ്റ്റ് നമ്മളൊരു ഇന്നലെ ഒരു ബിൽഡർ ഉണ്ടാക്കിയിരുന്നു. അത് വർക്കിംഗ് ആണ് ഗൈസ്, അത്യാവശ്യം നല്ല വർക്കിംഗ് ആണ്. ഞാൻ 3 വില്ലേജറിനെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുണ്ട് 3 വില്ലേജർ. ആ 3 വില്ലേജറിനെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വില്ലേജർ ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു ബെഡ് കൂടി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അവിടെയായിട്ടാണ് നമ്മൾ ജസ്റ്റ് അയൺ ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ നിന്ന് കുറച്ചങ്ങോട്ട് ദൂരെയാണ്. ജസ്റ്റ് ഇവിടുന്ന് വില്ലേജർ നമുക്ക് കൊണ്ടുപോകണം. ജസ്റ്റ് ഇവിടെ നിന്ന് വലിയൊരു ഏരിയ ആക്കി മാറ്റണം. പിന്നെ സീൻ്റെ ഉള്ളിൽ കുറച്ച് വില്ലേജേഴ്സ് വന്ന് നിൽക്കുന്നുണ്ട്. 3 വില്ലേജേഴ്സ് എന്ന് തോന്നുന്നു. ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് മറ്റേ എല്ലാത്തിനും കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റെയിലും കാര്യങ്ങളൊന്നും ഇപ്പം നമ്മളെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റി ബോട്ടിൽ വലിച്ചോണ്ട് പോകണം. എനിക്ക് ലീഡല്ല അറിയാം, ലീഡ് കിട്ടിയിട്ടുണ്ട്. അത് വാണ്ടറിൻ്റെ ട്രേഡർ അല്ലേ, വാണ്ടർ, അത് തന്നെ ആ സാധനം കൊന്നേരം കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള സ്പേസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമുക്ക് പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങാം. ഗൈസ്, ഇവിടെ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 3 വില്ലേജറും ഒരു സോംബിയും വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇത് വർക്കാവുമെന്ന് പടച്ചോന്നറിയാൻ ട്യൂട്ടോറിയലിൽ കണ്ടിട്ട് വർക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്. സോ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടുന്ന് 5x5 ഇങ്ങനെ കുഴിക്കുക. ജസ്റ്റ് 2 ബ്ലോക്ക് ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ കുഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോണത് ജസ്റ്റ് ഇവിടുന്ന് ജസ്റ്റ് അങ്ങോട്ടേക്ക് ഉണ്ടാക്കണം. ജസ്റ്റ് അവിടെയാണ് ബ്രീഡർ ഉള്ളത്. അപ്പോൾ അത് സീനാകുമോ എന്നൊരു സംശയം. ബ്രീഡർ അത്ര അടുത്ത് വെക്കണം, നമുക്ക് അപ്പുറം വെക്കാം. ജസ്റ്റ് അപ്പുറത്തെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് മൊത്തമായിട്ട് നമുക്ക് ഒരു കേജ് ഉണ്ടാക്കണം. അതിന് എത്ര 7x5 അല്ല 7x3 എന്ന രീതിയിൽ, അല്ല 7x5 എന്ന രീതിയിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു കേജ് ഉണ്ടാക്കുക. ഗൈസ്, 2 ലെയർ കെട്ടി ആൻഡ് നമ്മൾ ഒരു ഇതുകൂടി വെച്ചിട്ടുണ്ട്, ഇത് സ്ലാബ്. ആൻഡ് അടിയിലേക്ക് കീഞ്ഞിട്ട് ജസ്റ്റ് 3 ഇത് വെക്കണം, ബാരൽ. എന്നിട്ട് അതിൻ്റെ മുകളിൽ 3 ബട്ടണും വെക്കണം. അവിടെയും വെക്കട്ടെ. അപ്പം 3 ബെഡ് കൂടിയും വെച്ചാൽ നമ്മളെ ഒരു വില്ലേജേഴ്സിൻ്റെ സംഭവം റെഡി ആയിട്ടുണ്ട്. ആൻഡ് വില്ലേജേഴ്സിൻ്റെ കയറ്റണം. പിന്നെ ജസ്റ്റ് ഒരു സ്ലാബ് സെറ്റ് ചെയ്തിട്ട് വെക്കാനുണ്ട്. നേരെ നമ്മളെ കയ്യിലുള്ള സ്ലാബ് ഇതാ ഇങ്ങനെ ജസ്റ്റ് പ്ലേസ് ചെയ്യുക. എന്നിട്ടൊരു ബോട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ വെക്കണം. സോ ഗൈസ്, ആൻഡ് ഇവിടെ ഒരു ബോട്ട് കൂടി വെച്ചിട്ട് അതിൽ കയറി കുത്തിനിട്ട് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് നോക്കി ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ച് കറക്റ്റ് കൊള്ളിച്ച് ഇങ്ങനെ വെച്ചാലാണ് വില്ലേറിനെ റീച്ച് ആവുകയും ചെയ്യില്ല, ജസ്റ്റ് കാണുകയും ചെയ്യും. ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇനിയാണ് ഗൈസ് പണി. ഇവിടെയുള്ള 3 വില്ലേറിനെയും നമ്മൾ ജസ്റ്റ് അതിലേക്ക് കൊണ്ടാച്ച് നിർത്തണം. അത് കാണിക്കാൻ പറ്റില്ല ഗൈസ്, അത്രയും സമയം എടുക്കും. നമുക്ക് ജസ്റ്റ് എല്ലാം കൂടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ജസ്റ്റ് വില്ലേജറേയും സോംബിനെയും ഞാൻ ഇതിൻ്റെ അകത്താക്കി. അപ്പോൾ ഇവിടെ അയൺഗോള സ്പോൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ജസ്റ്റ് സാധനങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ടാക്കണം. അവിടെ സെറ്റ് ചെയ്ത് നമ്മൾ ഫാം സെറ്റ് ആവും. ആൻഡ് ഈ ഫാം അത്ര കാലം നിൽക്കുന്നൊരു പ്രതീക്ഷയില്ല. ജസ്റ്റ് ബെഡ്റോക്ക് പോലെ തന്നെയാണോ എന്ന് എനിക്കും അറിയില്ല, നമുക്ക് നോക്കാം ഗൈസ്. എൻ്റെ ഇവിടെ സൈൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് വെക്കണം. ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം പാരുക. ആൻഡ് അപ്പോൾ ഒരു ബ്ലോക്ക്, ജസ്റ്റ് ഒരു ബ്ലോക്ക് അവിടെ ബാക്കി ഉണ്ടാവും. ആൻഡ് ഈ അനുഭവത്തിന് വസ്തുങ്ങൾ കൊല്ലാം. ഓക്കെ, 1 2 3. അപ്പോൾ ഗൈസ്, സൈൻ ബോർഡ് വെക്കാൻ തുടങ്ങാം. ഇവിടെ ഒന്ന് മറിപ്പി ജസ്റ്റ് ഇവിടെ ഒന്ന് വെച്ച് ആൻഡ് അടിയിൽ ഒന്ന് വെക്കണം. ആൻഡ് അടുത്തത് ഇപ്പുറത്തെ സൈഡിൽ ഒന്ന് വെക്കണം. അത് രണ്ടും കയ്യിൽ ജസ്റ്റ് ഇവിടെ വെച്ച്. എടാ പറയുമ്പോൾ എൻ്റെ ദേഷ്യത്തിലാന്ന് തോന്നുന്നു, മറ്റവനെ കുന്നേൻ്റെ ചത്തു. നമ്മൾ ബ്രീഡറിൻ്റെ അകത്ത. ഓക്കെ, എന്തായാലും നമുക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ എടുക്കാം. ഈ ഒരു സൈൻ ബോർഡ് കൂടി ഇവിടെ വെച്ചാൽ അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ലാവ വയ്ക്കണം. ലാവ വേണ്ടേ?
അക്കാര്യം എന്നോട് മറന്നു. ഈ എടാ ലാവ എവിടെ പോയി തപ്പോ? എടാ അത് പണിയായല്ലോ. ലാവ ഇല്ലാണ്ട് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. എന്താക്കപ്പോ ജസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഗൈസ്. നമ്മളെന്തായാലും ലാവ കണ്ടിക്കിൻ്റെ അറിയിക്കാം, അല്ലെങ്കിൽ നോക്കാം ഗൈസ്. ഓ ഗൈസ്, നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു ലാവ പൂൾ ഉണ്ട് ഗൈസ്. ഓ ഈ ലാവ പൂളിന് ഒരു ബക്കറ്റ് എടുത്തിട്ട് ലാവ എടുത്ത് ജസ്റ്റ് ഇങ്ങോട്ട് ചാടിയ ഇവിടെയാണ് നമ്മൾ ബേസ് വരുന്നത്. അവിടെ പോയാൽ പിന്നെ നമ്മൾ അവിടെ ഒരു മറ്റേ സ്പോൺ പ്രൂഫ് ഒക്കെ ചെയ്താണ് മൊത്തം. ആൻഡ് ജവാനും ഒക്കെ ലാവ അടുത്ത് തന്നെ വന്നു, ജസ്റ്റ് അടുത്ത്. ഞാൻ ഒന്ന് ചുറ്റി കറങ്ങി നോക്കി, അപ്പോൾ ഈ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത ഇതെന്ത് ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്തിരിക്കും ഗൈസ്. ജസ്റ്റ് നമ്മളെ ബേസ് ഈൻ്റെ അടുത്തായിട്ട് വരുന്നത് കണ്ട, ഇവിടെ ആയിട്ടാണ് അയൺഫാം വരുന്നത് കണ്ട. ജസ്റ്റ് തൊട്ടപ്പുറത്ത് ഇവിടെ ഇത് ഇവിടെ ആയിട്ടാണ് നമ്മളെ ഇത് വരുന്നത് ലാവ പൂള്. ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ആയിട്ടൊരു ലാവ ബക്കറ്റ് ഒഴിച്ചിട്ടുണ്ട്. അയൺഫോൾ അവിടെ തന്നെ ഉണ്ട്. ജസ്റ്റ് സ്പോൺ പ്രൂഫ് മൊത്തമായിട്ട് എഴുതിയില്ല, കുറച്ച് എഴുതിക്കുള്ളൂ. ഇവനെ ഒരു തല്ലി കൊണ്ടിട്ട് ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് സ്പോൺ പ്രൂഫ് ചെയ്യണം. ഇപ്പം ലാവ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ മൊത്തം ഒന്ന് സ്പോൺ പ്രൂഫ് ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഒരു ഏരിയ നമുക്ക് സെറ്റായി കിട്ടും. ആൻഡ് ഈ അയൺഫാം മൊത്തം കംപ്ലീറ്റ് ഫിനിഷ് ആണ്. ഈ സ്പോൺ പ്രൂഫ് ഇതുപോലെ ചെയ്ത പോലെ തന്നെ എല്ലാ ഭാഗത്തും ചെയ്യണം. ഓക്കെ, അപ്പോൾ അതും കൂടിയും ചെയ്തിട്ട് കാണിച്ചു തരാം. എന്തായാലും ഇപ്പം നൈറ്റാണ്, നേരെ പോയി കിടന്നുറങ്ങാം ഗൈസ്. സ്പോൺ പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹോപ്പർ കണക്ഷനാണ് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് 2 ഹോപ്പർ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിന് കിട്ടുന്നുണ്ടല്ലോ, അപ്പം അത് പ്രശ്നമില്ല. ഓക്കെ, ഇവിടെ ഒരു ഡേർട്ട് ബ്ലോക്ക് കൂടിയും വെച്ചിട്ട് ഇവിടെ സ്ലാബ് ഒക്കെ കൊണ്ടുവരും. വേണ്ടാന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ കൂടിയും പൊട്ടിച്ചിട്ട് ജസ്റ്റ് നമ്മൾ ലാവ ബക്കറ്റ് ഒന്ന് പാർന്ന് വെക്കണം ഗൈസ്. സോ അതാണ് നമ്മളെ അടുത്ത പ്രശ്നം. ആൻഡ് ഇവിടുന്ന് ലാവ ബക്കറ്റ് ജസ്റ്റ് പാരണം. അതിന് നമുക്കൊരു നെയിം, ഒരു സൈൻ ബോർഡും കൂടിയും ക്രാഫ്റ്റ് ആക്കണം. ഓക്കെ ഗൈസ്, ഓക്കെ, നമ്മൾ ഇവിടെ ഒരു സൈൻ ബോർഡിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് ഒരു ലാവ ബക്കറ്റ് കൂടി ഒഴിച്ചാൽ ഇവിടെ സെറ്റായി. ആൻഡ് ഇനി ഒരു വാട്ടർ ബക്കറ്റ് കൂടി വയ്ക്കണം, അത് വയ്ക്കാം. ഓക്കെ, ഇവിടെ കണക്ഷനൊക്കെ റെഡി അല്ലേ? ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. റെഡി ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും പുറമേക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒരു ഇതെന്താ പറയുന്ന നേരം ബെഡ്റോക്കിനാണ് ബഗ്. ഇതെന്താ ജാവയിൽ നോക്ക്, പറയുന്ന നേരം ബെഡ്റോക്ക് ബഗ് റോക്ക്, ജാവ നോക്കുന്നത് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാം മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ജസ്റ്റ് പ്രശ്നമാവും, അങ്ങനെ കുടുങ്ങി നിൽക്കുമോ എന്ന് എനിക്കറിയില്ല. കുടുങ്ങിക്കാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കണം. ഓക്കെയാണ്. അപ്പോൾ നമ്മളെ ഫാമും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഓക്കെ, പക്ക വർക്കിംഗ് ആണ്. ഇതിൻ്റെ ചുറ്റിലൊന്ന് ഈ ഒരു ബ്ലോക്ക് കൂടി വെച്ച് കൊടുക്കാം. എന്തിനാ വെറുതെ വെക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെയും കൂടി വെച്ച് കൊടുത്താൽ ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ ആവും. പ്രൊട്ടക്ഷൻ ഒന്നാവില്ല, ജസ്റ്റ് ഞാൻ വെറുതെ വെച്ചതാണ്. ഓക്കെ, ഇവിടെയും കൂടി ഒന്നും വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഫാമും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് ഗൈസ്. ഒന്നും കാണുന്നില്ലാതെ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ 1 സെക്കൻഡ് ഇപ്പം കൂടി ഉണ്ട് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ ലൈക്കാണ്, സബ് ചെയ്യാത്തൊരു സബ് ചെയ്യണം. അപ്പോൾ റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, അപ്പോൾ അതിനും കാര്യങ്ങളൊക്കെ വന്ന് കയ്യിൽ കിടക്കുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിലായിട്ട് അയൺ ഫാമും കാര്യങ്ങളും അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യം എന്ന് വെച്ചാൽ ഫുഡാണ്. അത് കണ്ട അയൺ വന്ന് സ്പോണായി. അപ്പോൾ ജസ്റ്റ് വർക്കിംഗ് ആയി. സോ അയൺ ചേർന്ന് ആൻഡ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അയൺ ഫുൾ ആർമർ ആൻഡ് അയൺ ഫുൾ ടൂൾസ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ